Welcome 6th standard to your history class. Now lesson 2 I am taking. 2 videos already over. Now this is the 3rd video. In this video I am going to complete this lesson. Now in the last video I have explained to you all about the beginning of farming and herding. Today I am a new way of life also I have explained to you all, storing then. Finding out about the first farmers and herders, all that I finish. Now today I am going towards a settled life. Now I told you how the settled life came before the early people and all moved from one place to another in order to hunt animals, to gather fruits. I told you all several reasons, isn't it? According to the season, they travel from one place to another in search of fruits, roots. So they were hunters and gatherers. Finally, I told you they found out the grains and all, and they began to learn about how the plants grew, how long they took, how many months it took, and how many days it took for the fruits to ripe and then to harvest, and after harvesting, how to store it. All that they learned. So that's the new way of life, towards a settled life. So in order to protect the plants from other birds and all eating, and also to take out the weeds, they have to water the plants, and also they have to protect the plants. So they started a settled life. അപ്പോൾ അവർ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി, വീട് ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി, towards a settled life. Now they also dug pit in the ground, ഒരു കുഴിമായിരി, by in order to live in that, to protect from heat. And ആദ്യമൊക്കെ അങ്ങനെ ഇതാക്കി ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട്. So they have provided shelter in cold weather. തണുത്ത സമയത്തൊക്കെ അവർ ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് അതിൻ്റെ അകത്തും അവർ താമസിച്ചിട്ടുണ്ട്. Now archaeologists have also found cooking hearth. Hearth means അടുപ്പ്. പണ്ട് അവർ ഉപയോഗിച്ച അടുപ്പൊക്കെ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വേവിക്കാൻ, അതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഔട്ട്സൈഡ് ദ ഹട്ട്, ഉള്ളിന്നും പുറത്തുനിന്നും, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. നൗ സ്റ്റോൺ ടൂൾസ് ഹാവ് ബീൻ. പിന്നെ ഈ നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത് പാലിയോളിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ അവർ ടൂൾസ് ഉപയോഗിച്ചത്, സ്റ്റോൺ ടൂൾസ്. ദാറ്റ്സ് വൈ ദാറ്റ് ഏജ് ഇസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്. അവർ കല്ലിനെ കൊണ്ട് ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്തിനാണ് സാധനങ്ങൾ ഉണ്ടാക്കിയത്? ഇൻ ഓർഡർ ടു കിൽ ദ ആനിമൽസ്, ഇൻ ഓർഡർ ടു കട്ട് ദ മീറ്റ്. നമ്മളമായിട്ട് കത്തിയൊന്നും ഇല്ലായിരുന്നു, ഒക്കെ കല്ല് മൂർച്ചയാക്കിയിട്ടാണ്. അങ്ങനെ നിയോളിത്തിക് ഏജിൽ അവർ ഒന്നുകൂടെ അത് പോളിഷ് ചെയ്യാൻ തുടങ്ങി. ആ മൂർച്ച കല്ലൊന്നും കൂടെ നല്ലോണം വിലൊക്കെ പോളിഷ് ചെയ്ത് നല്ല കൂർപ്പൊക്കെ ആക്കി, നല്ല മൂർച്ചയൊക്കെ ആക്കി തുടങ്ങി. ഇൻ ദ നിയോളിത്തിക് ഏജ് അവർ ഒന്നും കൂടെ ഓരോന്ന് കണ്ടുപിടിച്ച് വരിക. ആൻഡ് ഓൾസോ ദേ യൂസ്ഡ് മോട്ടാസ്, കരിങ്കൽ കല്ല്, ഇൻ ഓർഡർ ടു ഗ്രൈൻഡ് ഗ്രെയിൻ ആൻഡ് അതർ പ്ലാന്റ് പ്രൊഡ്യൂസ് ഒക്കെ. അതെനിക്ക് തോന്നുന്നു അവർ അമ്മിക്കല്ലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ആട്ടമ്മി അമ്മിക്കല്ലൊക്കെ. മോട്ടാസ് ആൻഡ് പെസ്റ്റിൽ ഐ യൂസ് ഫോർ ഗ്രൈൻഡിങ് ഗ്രെയിൻ ഈവൻ ടുഡേ. ഇന്നും അങ്ങനെ തന്നെ ചിലർ ഉപയോഗിക്കുന്നുണ്ട്. That's what in this picture you can see all this polished tools and all. Now many kinds of earthen pots, അതായത് മൺകലം, earthen pots കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തിനാണ് earthen pots? ചിലപ്പം ഗ്രെയിൻ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ സാധനങ്ങൾ വേവിക്കാനും, ഭക്ഷണം വേവിക്കാനും അവർ ഉപയോഗിച്ച് കാണും. ഇതൊക്കെ ആർക്കിയോളജിസ്റ്റിന് കിട്ടുകയാണ് ഇങ്ങനെ കിളച്ചപ്പം. People began using pots for cooking food, especially grains like rice, wheat and lentils, which became an important part of the diet even today. Now weaving cloth also use different kinds of, for example, cotton. അന്നത്തെ കാലം കോട്ടൺ ചെടിയും അവർ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു towards a settled life. Now next, a closer look, living and dying in Mehrgarh. Mehrgarh എന്ന് പറഞ്ഞാൽ, Mehrgarh means ഒരു സ്ഥലമാണ് in അഫ്ഗാനിസ്ഥാൻ, അതായത് പ്രസന്റ് അഫ്ഗാനിസ്ഥാൻ, ഇൻ ദ നോർത്ത് വെസ്റ്റ് ഓഫ് ഇന്ത്യ. കണ്ട ഇന്ത്യയുടെ മാപ്പ് ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് Mehrgarh. അതായത് ബോളാൻ പാസ്, ഇറാനിലേക്ക് പോകുന്ന വഴിയാണ് അത്, ഇറാൻ പോകുന്നത്, അതായത് പ്രസന്റ് അഫ്ഗാനിസ്ഥാനിലാണ് അത്. അവിടുന്ന് അവർ എന്താണ് കണ്ടുപിടിച്ച ആർക്കിയോളജിസ്റ്റ് have found out grains of barley and wheat. കണ്ട, അപ്പം അന്നത്തെ കാലം അവർ ബാർലിയും വീറ്റൊക്കെ അവർ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ മൃഗങ്ങളെ എല്ലുകളൊക്കെ, ഏതൊക്കെ മൃഗങ്ങളെ എല്ലുകൾ, ലൈക്ക് വൈൽഡ് ആനിമൽസ് ലൈക്ക് ദ ഡിയർ ആൻഡ് പിഗ്, ആൻഡ് ഓൾസോ ഡൊമസ്റ്റിക് ആനിമൽസ് ഓഫ് ഷീപ്പ് ആൻഡ് ഗോട്ട്, അതിൻ്റെ എല്ലുകളും അവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്
ആ പ്ലേസ് ആയിരുന്നു the first place how the people learned to grow barley and wheat, and also rare sheep and goat. ആ മഹ്ഗ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് അവർ തുടങ്ങിയത് the growth of barley and wheat, and also how to rear animals. അതായത് ആനിമൽസിന്റെ എല്ലൊക്കെ അവിടുന്ന് കിട്ടിയത്, ഷീപ്പ് ആൻഡ് ഗോട്ട്. ആൻഡ് ഓൾസോ ഈച്ച്, പിന്നെ അവിടെ വീടിൻ്റെ ഓരോ ഇതും കണ്ടുപിടിച്ചു. അതായത് ഓരോ വീട്ടിന് 4 അറകൾ, 4 റൂംസ്. അപ്പോൾ അവർ പറയുന്നത് ഒന്നെങ്കിൽ ഗ്രെയിൻ സ്റ്റോർ ചെയ്യാനായിരിക്കും. ഈച്ച് ഹൗസ് ഹാഡ് 4 or more compartments, some of which had been used for storage. കണ്ടോ? ആൻഡ് ഓൾസോ when the people die, അവർ ഈ ഗ്രേവ്സും കണ്ടിട്ടുണ്ട്. അതായത് പിന്നെ ശവക്കല്ലറ അതും കണ്ടിട്ടുണ്ട്. ദിയർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് വാട്ട് ഡിഡ് ദേ ഡു അലോങ് വിത്ത് എ ബോഡി, അവരായ ശവത്തിൻ്റെ കൂടെ അവർ ഒന്നും മൃഗങ്ങളെയും കൊണ്ട് വെക്കും. അലോങ് വിത്ത് എ ബോഡി ദേ വിൽ കീപ് ആനിമൽസ് ഓൾസോ. അത് എന്തുകൊണ്ടാണ് അവർ പറയുന്നത് ഈ ജീവിതം കഴിഞ്ഞാൽ വേറൊരു ജീവിതമുണ്ട്, ദർ ഇസ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അപ്പം ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അപ്പം അവർക്ക് ആ സമയത്ത് ആവശ്യമുണ്ടെങ്കിലോ, അതാണ് അവർ ഗോഡ്സിനെ അവരെ കൂടെ തന്നെ ബെറി ചെയ്തത്. അതായത് ഗോട്ട് സെർവ് ചെയ്യും ഫുഡ് അവർക്ക് അടുത്ത ജന്മത്ത്, അതാണ് പറയുന്നത്. അതാണ് സോ സെവറൽ ബെറിയൽ സൈറ്റ്സ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് ബർഗ. The dead person was buried with goats which were probably meant to serve as food in the next world. അവരെ ഒരു ചിന്ത എന്താണ്, ആ ഗോട്ടിനെ ആ ബോഡീൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഗോട്ട് അടുത്ത വേൾഡിൽ അവർക്ക് ഭക്ഷണം സെർവ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ അവർ ഈ ശവത്തിൻ്റെ കൂടെ തന്നെ മൃഗങ്ങളെ പിന്നെ എല്ലുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത് മനസ്സിലായി. സോ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ഹ്യൂമൻ ബോഡി സ്കെൽട്ടൻ ആൻഡ് ദ ഗോട്ടിൻ്റെ സ്കെൽട്ടൻ ഒക്കെ കണ്ട്. അപ്പോൾ അങ്ങനെ അവർ മനസ്സിലാക്കിയത്. Now the next paintings, now when you look at the Atlas world, European country, that is France. France is one of the European country. അപ്പോൾ അവിടുത്തെ ഒരു ഗുഹയിൽ എന്താ പെയിൻറ്റിങ്സാണ് കണ്ടത്. ആ പെയിൻറ്റിങ്സ് ഇത് കണ്ട, പെയിൻറ്റിങ്സ് ഫ്രോം ദ കേവ്സ് ദാറ്റ് ഹാവ് ഐഡൻറ്റിഫൈഡ് ഫ്രോം ഫ്രാൻസ്. ആരാണ്? 4 school children had found that is 100 years ago. Paintings like this were made between 20,000 and 10,000 years ago. അത്രയും പഴകിയ പെയിൻറ്റിങ്സ് ആണ്. എന്ത് പെയിൻറ്റിങ്സ് ആണ്? പെയിൻറ്റിങ്സ് ഓഫ് വൈൽഡ് ഹോഴ്സസ്, ദെൻ ബൈസൺ, റൈനോസറസ്, റെയിൻഡിയർ മീൻസ് ദാറ്റ് യു ക്യാൻ സീ ഇൻ സ്നോ കവേർഡ് ഏരിയാസ് ഒക്കെ. ഒരു മാൻഡമായിട്ടൊരു സാധനമാണ്, സ്ലെഡ്ജസ്, വണ്ടിയൊക്കെ പിടിച്ച് വലിക്കാൻ. റെയിൻഡിയർ, ബെയർ ഇൻ ബ്രൈറ്റ് കളേഴ്സ്. കാരണം കളേഴ്സ് കണ്ടില്ലേ, ആ കളേഴ്സ്. അപ്പോൾ അന്നത്തെ കാലം അവർ കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ് അവർ കളേഴ്സ് ഉപയോഗിച്ചത്? നമ്മളമായിട്ട് ക്രയോൺസ്, പെയിൻറ്റിംഗ് ഒന്നല്ല. അവർ ഉപയോഗിച്ചിരുന്നത് മിനറൽസ് ലൈക്ക് അയേൺ, ഇരുമ്പിൻ്റെ, ഓക്രെ ഓ അയേൺ ഓർ ആൻഡ് ചാക്കോൾ. ചാക്കോൾ മീൻസ് കരിനെ കൊണ്ടൊക്കെയാണ് അവർ ആ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തത് ഓൺ ദ വാൾസ്. ദാറ്റ് പെയിൻറ്റിങ്സ് യു ക്യാൻ സീ. ദിസ് പെയിൻറ്റിംഗ് ഇസ് ഇൻ വൺ ഓഫ് ദ കേവ്സ് ഇൻ ഫ്രാൻസ്. That is, France is one of the European country. Only that much for this lesson. And also I have given you all these 2 fill in the blanks and 1 or 2 answers I have given you all. The rest of the answers I will give along with this video. You all copy down and study for the exam. Thank you, children.